So today we are going to discuss on the vibrational spectrum of an enharmonic oscillator. Enharmonic oscillator. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷൻ സ്പെക്ട്രത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ ക്ലാസ്സിൽ എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ, എപ്പോഴാണ് ഒരു മോളിക്യൂൾ ഹാർമോണിക് ഓസിലേറ്ററായി ബിഹേവ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഫോർ എക്സാമ്പിൾ വി ടുക്ക് ദ കേസ് ഓഫ് HCl. HClന്റെ കേസ് നമ്മളെടുത്തു. HCl case HCl molecule. Okay, so when we are taking the case of the HCl molecule, we can call this as a harmonic oscillator if its energy is varying through this profile. അല്ലേ, ഈ ഒരു പ്രൊഫൈലിലൂടെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രൊഫൈലിലൂടെ ആണ് അതിൻ്റെ എനർജി വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോറിൻ ആറ്റത്തെ ഇവിടുത്തെ ഒരു ആറ്റത്തിൽ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ കൂടുതൽ ഈസി ആയിട്ട് ഇതിനെ സിസ്റ്റത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോറിൻ ആറ്റത്തെ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇവിടുത്തെ ആക്സിസിൽ, വെർട്ടിക്കൽ ആക്സിസിൽ ഫിക്സ് ചെയ്യുന്നു അല്ലേ. അതിനുശേഷം ഈ ക്ലോറിൻ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പല ബോണ്ട് ലെങ്തുകൾ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, സോ ദ ഹൈഡ്രജൻ ആറ്റം ഈസ് ഹിയർ. If the hydrogen atom is here, then we calculate the energy of this system. അപ്പോൾ ആ എനർജി കാണിക്കുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. So if the chlorine atom is here means and the hydrogen atom is here, okay, then the energy is defined by this point. Okay, അപ്പോൾ നമുക്ക് ക്ലോറിൻ ആറ്റത്തെ ക്ലോറിനും ഹൈഡ്രജനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അഡ്ജസ്റ്റ്മെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ഈ ആക്സിസിൽ വരുന്നത്. ഇവിടെയാണ് എനർജിയുടെ ആക്സിസ്. ഓക്കെ, ഇവിടെയാണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത്. ഓക്കെ, സോ അഡ്ജസ്റ്റിംഗ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസസ് വി ഗെറ്റ് ഡിഫറെന്റ് എനർജീസ് ആൻഡ് ദീസ് എനർജീസ് ക്യാൻ ബി പ്ലോട്ടഡ് ആൻഡ് ദെൻ ദാറ്റ് പ്ലോട്ട് വിൽ ഗീവ് എ കർവ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് എനർജി മിനിമം എന്ന് പറയുന്നത് അല്ലേ. എനർജി ഏറ്റവും മിനിമം ആകുന്നത് ഇതാണ്. ഇവിടെ നിന്ന് ബോണ്ട് ലെങ്ത് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ബോണ്ടിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എനർജി കൂടി വരുന്നു അല്ലേ. വീണ്ടും ബോണ്ടിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എനർജി എന്താണ് കൂടി വരിക. അപ്പം ബോണ്ട് ലെങ്ത് മുന്നോട്ട് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ബോണ്ടിനെ കംപ്രസ് ചെയ്യുന്നു അർത്ഥം. സോ വെൻ വി ആർ കംപ്രസിംഗ് ദ ബോണ്ട് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത്, then its energy is increasing through this profile. അപ്പോൾ അതേസമയം നമ്മൾ ഈ കേസിലാണെങ്കിൽ കംപ്രസ് ചെയ്തത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിലാണ് കംപ്രസ് ചെയ്തത്. ദിസ് ഡിസ്റ്റൻസ് ആണ് കംപ്രസ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ കംപ്രസ് ചെയ്തു. എന്നാൽ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ഇതിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എത്രമാത്രം കംപ്രസ് ചെയ്തോ അത്രയും ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ബോണ്ടിനെ ഇത്രയും വലിച്ചു നീട്ടി നമ്മൾ ഹൈഡ്രജനെ ഇവിടെ വരെ കൊണ്ടുവരികയാണ്. ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ ഇപ്പോൾ ഇവിടെയാണ്. അപ്പം ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. ആ സമയത്തുള്ള അതിന്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ ഈ എനർജി ആയിരിക്കും അതിന്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം കംപ്രസ് ചെയ്താൽ എക്സ് ഡിസ്റ്റൻസ് കംപ്രസ് ചെയ്താൽ ഉണ്ടാകുന്ന എനർജിയും എക്സ് ഡിസ്റ്റൻസിൽ ഇലോങ്ങേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന എനർജിയും ഒരേ എനർജി ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് കംപ്രസ് ചെയ്തത്. അത്രയും ഡിസ്റ്റൻസ് അതിനെ ഇലോങ്ങേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന എനർജി അതേ എനർജി തന്നെയായിരിക്കും. അതായത് കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ ഇൻക്രീസ് തന്നെയായിരിക്കും അത്രയും ഡിസ്റ്റൻസ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന എനർജി ഇൻക്രീസ്. ഓക്കെ, അങ്ങനെയായിരിക്കും. ഇങ്ങനെയുള്ള സ്റ്റേറ്റിലാണ് ഈ മോളിക്യൂൾ ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്. So when you are compressing the system, compressing the bond length by x nanometer, for example, then whatever may be the rise in energy, the same rise in energy can be seen when we are elongating the bond by x nanometer. Okay, the equilibrium bond distance in x nanometer compress ചെയ്താലും elongate ചെയ്താലും എനർജിയുടെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു എനർജി പ്രൊഫൈൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് ഇതാണ് അല്ലെ. ഈ വെർട്ടിക്കൽ ലൈൻ കാണിക്കുന്നത് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിനെയാണ്. ഓക്കെ, ഈ വെർട്ടിക്കൽ ലൈൻ മീറ്റ് ചെയ്യുന്നത് അതിന്റെ മിനിമം എനർജിയിലെ ആണ്. അതാണ് അതിന്റെ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ്. അതിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഈ കർവ് എന്താണ്? സിമെട്രിക് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലാണ് മോളിക്യൂൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്. ഓസിലേറ്റർ എന്ന് വിളിക്കാനുള്ള കാരണം അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ്. ഓക്കെ,
ഞാൻ ഇന്നലെ പറഞ്ഞു അതിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് എല്ലാ ലെവലിലും വൈബ്രേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ചില പർട്ടിക്കുലർ എനർജി ലെവൽസ് മാത്രമേ വൈബ്രേറ്റ് ചെയ്യാത്തുള്ളൂ. ഇവിടെ കാണുന്ന റെഡ് ലൈൻസ് എന്ന് പറയുന്നത് അതിന്റെ പല വൈബ്രേഷണൽ ലെവൽസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ദീസ് വൈബ്രേഷൻ ലെവൽസ് ആർ ഈക്വലി സ്പേസ്ഡ്. അതും സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ will show this energy profile for different vibrational levels. പക്ഷെ ഇത് ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്. റിയൽ മോളിക്യൂളിന്റെ കേസിൽ അങ്ങനെയൊന്നുമല്ല. റിയൽ മോളിക്യൂളിന്റെ കേസിൽ മോളിക്യൂളിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ, മോളിക്യൂളിനെ അല്ലെങ്കിൽ ബോണ്ടിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ കംപ്രസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബോണ്ടിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ ഇൻക്രീസിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ബോണ്ടിനെ ഒരു അല്പം കംപ്രസ് ചെയ്താൽ മതി, ബോണ്ടിന്റെ ആ മോളിക്യൂളിന്റെ എനർജി ഭയങ്കരമായിട്ട് ഉയരും. പക്ഷെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത്രമാത്രം ഉയരണമെന്നില്ല. അതാണ് റിയൽ മോളിക്യൂളുകളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഡോട്ടഡ് പ്രൊഫൈൽ ഒന്ന് നോക്കിക്കേ. ആ ഡോട്ടഡ് പ്രൊഫൈലിൽ കാണിക്കുന്നത് എന്താണ്? ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് ഇതാണ്. ആ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് എന്താണ്? ഇവിടെ വരെ നോക്കിക്കോളൂ. നിങ്ങൾ ഇവിടെയാണ് പരിഗണിക്കുന്നത് വിചാരിക്കുക, ഈ പോയിന്റ് ആണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്നും ഇവിടെ വരെയുള്ള അകലം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഉണ്ടായ എനർജിയുടെ ഡിഫറൻസ് ആണ് ഇത്രയും. ഓക്കെ, ദിസ് ഈസ് എനർജി ഡിഫറൻസ്. പക്ഷെ അതേ എനർജി ഡിഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മോളിക്യൂളിനെ ഇത്രയും കംപ്രസ് ചെയ്താൽ പോരാ, ഇത്രയും ലോങ്ങേറ്റ് ചെയ്താൽ പോരാ, ഒരു വലിയ ഡിസ്റ്റൻസിലേക്ക് ലോങ്ങേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനർജി അത്രമാത്രം ഉയരത്തുള്ളൂ. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഹിയർ യു ആർ കംപ്രസിംഗ് ബൈ x2. ഇവിടെ കംപ്രസ് ചെയ്യുന്നത് x2 ഡിസ്റ്റൻസിലാണ് കംപ്രസ് ചെയ്യുന്നത്. പക്ഷേ x2 ഡിസ്റ്റൻസിൽ കംപ്രസ് ചെയ്താൽ പോരാ, സെയിം എനർജി x2 ഡിസ്റ്റൻസിൽ ഇലോങ്ങേറ്റ് ചെയ്താൽ പോരാ, സെയിം എനർജിയുടെ ഇൻക്രീസ് ഉണ്ടാവാൻ ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹയർ ഡിസ്റ്റൻസിലേക്ക് അതിനെ ഇലോങ്ങേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത്രയും എനർജി ഇൻക്രീസ് അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പ്രൊഫൈൽ മൊത്തത്തിൽ നോക്കിയാൽ മതി. നമുക്ക് കൂടുതൽ വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ കേസ് നോക്കാം. ഓക്കെ, ഇവിടുത്തെ കേസ് നോക്കാം. ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ വി ആർ ഇത്രയും ഡിസ്റ്റൻസിലാണ് അതിനെ കംപ്രസ് ചെയ്തത്. ഞാൻ അതിനെ XA എന്ന് വിളിക്കുന്നു. ഓക്കെ, XA ഡിസ്റ്റൻസിൽ കംപ്രസ് ചെയ്യുന്നു. ഇനി XA ഡിസ്റ്റൻസിൽ ഇലോങ്ങേറ്റ് ചെയ്താൽ പോരാ, സെയിം എനർജി കിട്ടാൻ. സെയിം എനർജി കിട്ടണമെന്നുണ്ട് നമ്മുടെ മോളിക്യൂളിനെ ഈ ഡിസ്റ്റൻസ് വരെ കംപ്രസ് ചെയ്യണം, ഇലോങ്ങേറ്റ് ചെയ്യണം. So I have to elongate the molecule to this much distance in order to get the same energy. അല്ലേ? അപ്പം ഇലോങ്ങേറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് XB എന്ന് പറയുന്നത് XAയേക്കാൾ കൂടുതലാണ്. സോ XB ഈസ് ഗ്രേറ്റർ ദാൻ XA. അതാണ് റിയൽ മോളിക്യൂൾസിലെ സിറ്റുവേഷൻ പറയുന്നത്. മനസ്സിലായോ? സോ ഹിയർ യു ക്യാൻ ആൾസോ സീ ദാറ്റ് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ അതിന്റെ വൈബ്രേഷൻ എനർജി ലെവൽസ് കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് കോൺസ്റ്റന്റ്ലി സ്പേസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, രണ്ട് വൈബ്രേഷൻ ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ തിയറട്ടിക്കലി നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ പ്രാക്ടിക്കലി അതല്ല കേസ്. പ്രാക്ടിക്കലി മോളിക്യൂളിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ മോളിക്യൂളിനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, വെൻ വി റീച്ച് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ബൈ സ്ട്രെച്ചിങ്, after that distance the molecule will dissociate. അപ്പോൾ മോളിക്യൂളിനെ സ്ട്രെച്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് വരെ എത്തിക്കഴിഞ്ഞാൽ, അതായത് മോളിക്യൂളിനെ ഇവിടെ നിന്ന് ഇവിടം വരെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരുന്നു. ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. അതിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരുന്നു. അത്രയും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മോളിക്യൂളിലെ ആറ്റങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കില്ല. ദെൻ ദ മോളിക്യൂൾ വിൽ ഡിസോസിയേറ്റ്. അപ്പോൾ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്യും. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഡിസോസിയേറ്റ് ചെയ്യും. ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ റിയൽ മോളിക്യൂളിന്റെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ പ്രിഡിക്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സ്പേസ് ചെയ്തിരിക്കുന്ന വൈബ്രേഷൻ ലെവൽസ് അനന്തമായിട്ട് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. ആഫ്റ്റർ റീച്ചിങ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ദ മോളിക്യൂൾ cannot maintain the atoms in the molecule cannot maintain the attractive force and then they will dissociate. Okay, ആ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് റിയൽ മോളിക്യൂൾ. അപ്പൊ റിയൽ മോളിക്യൂളിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ സിറ്റുവേഷൻ അല്ല. റിയൽ മോളിക്യൂളിന്റെ സിറ്റുവേഷൻ ഈ കാണിക്കുന്ന ഡോട്ടഡ് ലൈനിന്റെ സിറ്റുവേഷൻ ആണ്.
ഇങ്ങനെയുള്ള കേസിൽ ആ ഓസിലേറ്ററിനെ അല്ലെങ്കിൽ ആ വൈബ്രേറ്ററിനെ ഈ രീതിയിൽ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന മോളിക്യൂളിനെ നമ്മൾ അൻഹാർമോണിക് ഓസിലേറ്റർ എന്നാണ് വിളിക്കുന്നത്. അൻഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡീവിയേറ്റിംഗ് ഫ്രം ദ സിമ്പിൾ ഹാർമോണിക് ബിഹേവിയർ ആൻഡ് ദ റിയൽ മോളിക്യൂൾസ് ആർ അൻഹാർമോണിക് ഓസിലേറ്റേഴ്സ്. റിയൽ മോളിക്യൂൾസിൽ വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ ആ വൈബ്രേഷൻ ഫോളോ ചെയ്യുന്നത് ഒരു എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി പാത്ത് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷൻ പഠിച്ചിരുന്നു. ആ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷൻ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടത് ഒരൊറ്റ ലൈൻ മാത്രമേ അവിടെ അപ്പിയർ ചെയ്യത്തുള്ളൂ എന്നുള്ളത്. ഒമേഗ ബാർ ഓസിലേഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ അപ്പിയർ ചെയ്യും. പക്ഷെ അത് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല, കാരണം നമ്മുടെ റിയൽ മോളിക്യൂൾ ഹാർമോണിക് ഓസിലേറ്റർ അല്ല. Therefore, when we are examining the real spectrum, real vibrational spectrum of the hydrogen chloride, we will see more than one lines. അങ്ങനെ more than one lines കാണാനുള്ള കാരണം അതിലെ അൻഹാർമോണിസിറ്റിയാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷണൽ സ്പെക്ട്രത്തെ പറ്റിയാണ്. Okay, so that treatment will be closer to the reality seen in the molecule. ഓക്കെ, മോളിക്യൂളുകളുടെ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് എൻഹാർമോണിക് ഓസിലേറ്ററിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കർവ് ഉണ്ട്. ഈ കർവുമായിട്ട് ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ വേണം, അല്ലേ? അല്ലെങ്കിൽ ഈ കർവിന്റെ എനർജിയുമായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ ആദ്യമായിട്ട് ആ ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്ത് PM മോഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. PM മോഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, PM മോഡ്സ്. ഓക്കെ, അദ്ദേഹം മുമ്പോട്ട് വെച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് the energy E is equal to that is the energy of the molecule falling in this profile. ഈ പ്രൊഫൈലിൽ ഫോളോ ചെയ്യുന്ന ഒരു മോളിക്യൂളിന്റെ എനർജി എന്ന് പറയുന്നത് E is equal to d equilibrium into 1 minus exponential of A into R equilibrium minus R equilibrium minus R the whole square. Okay, that is E is equal to d equilibrium into 1 minus exponential A into R equilibrium minus R the whole square. That is the equation for the energy of the molecule. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച എനർജി എങ്ങനെയായിരുന്നു? E is equal to half K R minus R equilibrium the whole square. അല്ലെങ്കിൽ E is equal to half into നമ്മൾ ഇന്നലെ പഠിച്ചതനുസരിച്ച് E is equal to half into R minus R equilibrium the whole square. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു R minus R equilibrium എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്നും അതിന്റെ അകലമാണ് R minus R equilibrium എന്ന് പറയുന്നത്. അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും കംപ്രസ് ചെയ്യുമ്പോഴും അതിന്റെ സൈനിനെ അത് ബാധിക്കത്തില്ല, കാരണം അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. സ്ക്വയർ ആയതുകൊണ്ട് ഇലോങ്ങേറ്റ് ചെയ്താലും കംപ്രസ് ചെയ്താലും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇലോങ്ങേറ്റ് ചെയ്താലും കംപ്രസ് ചെയ്താലും അതിന്റെ ഒരേ എനർജി ആകുമ്പോഴേക്കും നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ അബൌട്ടായിട്ട് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കർവ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിവിടെ അതുപോലെ അല്ല. ഓക്കെ, ഇവിടെ അതുപോലെയല്ല, ഇതുപോലെയുള്ള ഒരു കർവ് അല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ നമുക്ക് കിട്ടുന്ന ഈ കർവ് ഡോട്ടഡ് ലൈൻ ആണ് യഥാർത്ഥ കർവ് എന്ന് പറയുന്നത്. സോ റിയൽ കർവുമായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ മോഡ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മോഡ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മോഡ്സ് ഫംഗ്ഷൻ. So the Morse function is E is equal to d equilibrium into 1 minus exponential A into R equilibrium minus R the whole square. ഇവിടെ എന്താണ് A എന്ന് പറയുന്നത്? ഒരു കോൺസ്റ്റന്റ് ആണ്. A is a constant and that constant depends upon the molecule. Okay, ഓരോ മോളിക്യൂളിനും വേണ്ടിയും A എന്ന് പറയുന്നത് ഓരോ കോൺസ്റ്റന്റ് ആയിരിക്കും. For each molecule A will have its own value. Okay, so A depends on the molecule. Depends on the molecule. നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് A എന്ന് പറയുന്നത്. ഇനി നമ്മൾ D ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൂടി കണ്ടിട്ടുണ്ട്. D ഇക്വിലിബ്രിയം. ഈ D ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് that is the dissociation
എനർജി. നമുക്ക് അതിന് ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി എന്ന് പറയാം. കാരണം നോക്കിയോളൂ, ഈ കർവിന്റെ ലോവസ്റ്റ് പോയിന്റ് ആണ് ഈ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മളുടെ ഈ കർവിന്റെ ലോവസ്റ്റ് പോയിന്റ് ആണ് ഈ ലൈൻ എന്ന് പറയുന്നത്. ആ ലോവസ്റ്റ് പോയിന്റ് ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് ആണല്ലോ. അവിടെയാണ് എനർജി മിനിമം ആയിട്ടുള്ളത്. ആ ലെവലിൽ നിന്നും, ആ എനർജിയിൽ നിന്നും, മിനിമം എനർജിയിൽ നിന്നും അതിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടത് എനർജി ഈ എനർജിയിൽ വരുമ്പോഴാണ്, ഈ എനർജിയിൽ അക്യൂർ ചെയ്യുമ്പോഴാണ് ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കർവ് ഇവിടെ നിന്ന് ഫ്ലാറ്റ് ആയി പോകുന്നത്. ഓക്കെ, കർവ് ഫ്ലാറ്റ് ആയി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനർജിക്ക് യാതൊരു മാറ്റവുമില്ല. എനർജിക്ക് മാറ്റമില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്നർത്ഥം അല്ലെ. രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അതിന്റെ എനർജി ഓരോ വൈബ്രേഷൻ ലെവലിലും അതിന് അല്ലെങ്കിൽ ഓരോ ഡിസ്റ്റൻസിലും അതിന് പർട്ടിക്കുലർ എനർജി കിട്ടുന്നത്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിന് ശേഷം ടോട്ടൽ സിസ്റ്റത്തിന്റെ എനർജി കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ സിസ്റ്റത്തിനകത്തുള്ള രണ്ട് ആറ്റങ്ങൾ തമ്മിൽ പിന്നീട് ഒരു ഇന്ററാക്ഷൻ ഇല്ലെന്നർത്ഥം. അതുകൊണ്ടാണ് ഈ കർവ് ഇവിടെ ഫ്ലാറ്റ് ആവുന്നത്. മനസ്സിലായോ? അപ്പം ഇത് ഡിസോസിയേഷൻ എനർജിയാണ്. ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ മോളിക്യൂൾ അക്യൂർ ചെയ്യേണ്ട എനർജിയാണ് ഈ കാണുന്ന ലെവലിലെ എനർജി. So the energy difference between the minimum energy are shown by the curve. Between the minimum energy are shown by the curve and the energy for the dissociation. That is the D equilibrium. ഇതിനെ ഡി ഇക്വിലിബ്രിയം എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ എനർജി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിന് എബൌട്ട് ആയിട്ടുള്ള എനർജിയാണ്. അതായത് നമ്മൾ ഇതിനെ ഒരു എനർജി പ്രൊഫൈലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മിനിമത്തിൽ ഇരിക്കുന്ന എനർജിയാണ് ഈ എനർജി എന്ന് പറയുന്നത് അല്ലെ. മിനിമത്തിൽ ഇരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വൈബ്രേഷൻ ഇല്ല അല്ലെ. നമ്മൾ ഇന്നലെ പഠിച്ചു, മോളിക്യൂളിന് എപ്പോഴും ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ ഉണ്ടായിരിക്കും, ഒരു വൈബ്രേഷൻ എനർജി ഉണ്ടായിരിക്കും, ഒരു മിനിമം വൈബ്രേഷൻ ലെവൽ എനർജി എപ്പോഴും ഉണ്ടായിരിക്കും. ആ മിനിമം വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് ഇതാണ്. ഈ കൊടുത്തിരിക്കുന്ന റെഡ് ലൈനാണ് അതിന്റെ മിനിമം വൈബ്രേഷൻ എനർജി. അതതിന്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിന് താഴേക്ക് അതിന് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ മിനിമത്തിലാണ് ഇതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ കർവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരണം അല്ലെ. കർവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ കഴിയുവാണെങ്കിൽ നമുക്ക് പറയാം അതിനകത്തോട്ട് വൈബ്രേഷൻ എനർജി ലെവൽ ഉണ്ടെന്ന് പറയാം. പക്ഷെ മിനിമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ലൈൻ ഇല്ല. അതതിന്റെ ഏറ്റവും താഴ്ന്ന എനർജിയാണ് അല്ലെ. അങ്ങനെ ഒരു താഴ്ന്ന ഒരു എനർജി ആണില്ല. കാരണം മോളിക്യൂളിന് എപ്പോഴും വൈബ്രേറ്റ് ചെയ്തേ പറ്റൂ. ക്വാണ്ടമെക്കാനിക്കലി മോളിക്യൂൾ ഹാസ് ടു വൈബ്രേറ്റ് ആൾവേസ്. അവനിപ്പോ അതിന്റെ ഒരു മിനിമം വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു ഹാഫ് ഒമേഗ സ്ക്വയർ. നമ്മൾ ഇന്നലെ പഠിച്ചിരുന്ന മിനിമം വൈബ്രേഷൻ വി പ്ലസ് ഹാഫ് ഇൻറ്റു ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ. അതാണ് ഇത് അല്ലെ. വി ഈക്വൽ ടു 0 ആകുമ്പോൾ അതിന്റെ ഓസിലേഷൻ അല്ലെങ്കിൽ അതിന്റെ വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ ആണ് അല്ലെ. അപ്പം അങ്ങനെ ഒരു ഓസിലേഷൻ എനർജി അതിന് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മോളിക്യൂൾ എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ലെവലിലല്ല, മറിച്ച് മോളിക്യൂൾ സ്ഥിതി ചെയ്യുന്നതാണ്ട് ഏകദേശം ഇത്തിരി ഉയർന്ന ഒരു എനർജി ലെവലായിരിക്കും മോളിക്യൂൾ സ്ഥിതി ചെയ്യുന്നത്. കാരണം ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ എനർജി അതിന് ഉണ്ട് എപ്പോഴും. അപ്പൊ നമ്മൾ ഈ മോളിക്യൂളിനെ ഡിസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൈബ്രേഷണൽ എനർജി കഴിഞ്ഞിട്ടുള്ള എനർജി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള എനർജി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഡിസോസിയേറ്റ് ചെയ്ത് വയ്ക്കും. കാരണം ഈ എനർജി ഓൾറെഡി മോളിക്യൂളിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടുത്തെ ഡിസോസിയേഷൻ എനർജി ഞാൻ ഇക്വിലിബ്രിയം എന്നുള്ള സഫിക്സ് കൂടി അവിടെ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസോസിയേഷൻ എനർജി അല്ല. ഓക്കെ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസോസിയേഷൻ എനർജിയാണ്. ഇക്വിലിബ്രിയം പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസോസിയേഷൻ എനർജി. അതുകൊണ്ടാണ് ഇക്വിലിബ്രിയം ഡി ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സഫിക്സ് കൂടി അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡി ഇക്വിലിബ്രിയം ഓർ ഇറ്റ് ഈസ് എ ഇക്വിലിബ്രിയം ഡിസോസിയേഷൻ എനർജി. Equilibrium dissociation energy or dissociation energy corresponding to the equilibrium point. Okay, so equilibrium dissociation energy ഇതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ ടേംസും മനസ്സിലായിട്ടുണ്ട്. ആർ ഇക്വിലിബ്രിയം നിങ്ങൾക്കറിയാം. ആർ ഇക്വിലിബ്രിയം ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ഹിയർ. അതായത് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് ആണ് ആർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലുള്ള ബോണ്ട് ഡിസ്റ്റൻസ്. For example, when the molecule is vibrating in this level, R can be this one when it is compressed. R can be this one. ഇവിടെ മുതൽ ഇവിടെ വരെയാണ് R when it is elongated. അപ്പൊ R എന്ന് പറയുന്നത് it is the distance, internuclear distance at a particular moment
R equilibrium is a fixed distance, that is the equilibrium bond distance. A എന്ന് പറയുന്നത് it is a constant depending on the molecule, and D equilibrium is the dissociation energy corresponding to the minimum energy of the molecule. Means minimum energy of the molecule means energy minimum of the curve. കർവിന്റെ എനർജി മിനിമം ആണ്, അത് മോളിക്യൂളിന്റെ മിനിമം എനർജി അല്ല. മോളിക്യൂളിന് എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു മിനിമം വൈബ്രേഷൻ എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് ദ മോഴ്സ് ഫംഗ്ഷൻ. Okay, now when we are using this energy in the Schrodinger wave equation, നമുക്ക് കിട്ടുന്ന അലൗഡ് എനർജീസിന്റെ ഇക്വേഷൻ വേറെ ആയിരിക്കും. നമ്മൾ ഇന്നലെ കണ്ടത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് വേണ്ടിയുള്ള എനർജീസ് ആണ് നമ്മൾ കണ്ടത്. ഏതാ, V plus half into omega bar ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജിയാണ്. ആ എനർജി നമുക്ക് കിട്ടിയത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ടാണ്. ആ സോൾവ് ചെയ്ത ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമ്മൾ ഫീഡ് ചെയ്ത എനർജി എന്ന് പറയുന്നത്, എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ kr - r kg/2 ആണ്. എന്നാൽ അതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു എനർജിയാണ് നമ്മൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ then we will get another expression for the allowed energies or another expression for the quantized energy. അതിലേക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Okay, so when we solve the Schrodinger wave equation, the allowed vibration levels are found to be epsilon v is equal to v plus half into omega bar e. നമ്മൾ ഇന്നലെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ കണ്ടത് v plus half into omega bar ഓസിലേഷൻ ആണ്. അവിടുത്തെ omega bar ഓസിലേഷൻ എന്ന് പറയുന്നത് it was the vibrational frequency in centimeter inverse for the harmonic oscillator. Okay, ഇവിടെ ഞാൻ ഒമേഗ ബാർ ഇ എന്ന് പറയുന്ന മറ്റൊരു ടേമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു സഫിക്സ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇ എന്ന് പറയുന്ന സഫിക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. ഇത്തരണത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത് അല്പം കൂടി വിശദീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇ എന്ന് പറയുന്ന ഒരു സഫിക്സ് ഇവിടെ ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് മൈനസ്, ഇനി ഒരു ടേം കൂടിയുണ്ട്. അതിന്റെ എൻഹാർമോണിസിറ്റിയെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടേം ആണ് ഇനി ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് v plus half the whole square omega bar e xc centimeter inverse. This is the expression for the quantized energies of a enharmonic oscillator. Okay, enharmonic oscillator കേസിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഹാർമോണിക് ഓസിലേറ്ററുമായിട്ടുള്ള വ്യത്യാസം എന്താ? ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ ഈ ഒരു പാർട്ടേ ഉള്ളായിരുന്നു, v plus half into ഓസിലേഷണൽ ഫ്രീക്വൻസി ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ. ഇവിടെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു മൈനസ് ചെയ്യുന്ന ഒരു ടേം കൂടി ഉണ്ട് അല്ലെ. ആദ്യത്തെ ടേമിൽ നിന്നും മറ്റൊരു ടേം മൈനസ് ചെയ്തിരിക്കുകയാണ്. v plus half the whole square into omega bar exc എന്ന് പറയുന്ന ടേം മൈനസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒമേഗ ബാർ എന്ന് പറയുന്നത് നമ്മളുടെ എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ ഓസിലേഷണൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഓസിലേഷണൽ ഫ്രീക്വൻസി ഏതിന്റെയാ? എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ. എന്തുകൊണ്ടാണ് ഈ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓസിലേഷണൽ ഫ്രീക്വൻസി ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അത് വളരെ പ്രധാനമാണ്, ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇവിടെ എക്സി എന്ന് പറയുന്നത്, ഈ ഇക്വേഷനിൽ എക്സി എന്ന് പറയുന്ന ഒരു ടേം കൂടി നിങ്ങൾ കണ്ടു. ദിസ് ഈസ് കോൾഡ് ദ എൻഹാർമോണിസിറ്റി കോൺസ്റ്റന്റ്. Enharmonicity constant. Okay, so xc is the enharmonicity constant. ഈ xc യുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ് കേട്ടോ. വളരെ ചെറിയ വാല്യൂ ആണ് xc ക്കുള്ളത്. പക്ഷേ അത് പോസിറ്റീവ് ആണ്. സ്മോൾ ബട്ട് പോസിറ്റീവ് വാല്യൂ ആണ് ഈ xc ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടേം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ വൈബ്രേഷണൽ ലെവലുകളെയൊക്കെ സംബന്ധിച്ച് ഈ ടേം വളരെ നെഗ്ലിജിബിൾ ആണ്. പിന്നെ ഈ ഒരു രണ്ടാമത്തെ ടേമിന് എപ്പോഴായിരിക്കും അതിന്റെ ഒരു അപ്രീഷിയബിൾ വാല്യൂ കിട്ടുന്നത്? ഈ എക്സി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പിന്നെ ഒരു അപ്രീഷിയബിൾ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഇൻക്രീസ് ചെയ്യണം അല്ലെ. അതായത് വൈബ്രേഷൻ ലെവൽസ് മുകളിലോട്ട് പോകും തോറും ഈ രണ്ടാമത്തെ ടേമിന്റെ ആ കനം കൂടി വരും അല്ലെ, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് കൂടി വരും. ഇപ്പൊ താഴ്ന്ന വൈബ്രേഷൻ ലെവൽസിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത് ആൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. When we are going for the higher vibrational levels, the significance of this term will increase. Okay, അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? ഈ ഒരു ഇക്വേഷൻ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ടേം മാത്രമേ ഉള്ളായിരുന്നു എന്നുണ്ടെങ്കിൽ
എന്തായിരുന്നു നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലെ പോലെ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആയിരുന്നു നമ്മൾ കാണുമായിരുന്നത് അല്ലെ. ഈ ഒരു ടേം മാത്രമേ ഉണ്ടായിരുന്നു. ഇതിൽ എപ്പോഴും എനർജി ലെവൽസ് ഈക്വലി സ്പേസ്ഡ് ആകുമായിരുന്നു. പക്ഷെ ഈ ഒരു ടേം കൂടി ഉള്ളത് കൊണ്ട് അവിടെ അത് പ്രതീക്ഷിക്കാനാവില്ല. ഈ ഒരു ടേം കൂടി ഉള്ളത് കൊണ്ട് ഓരോ എനർജി ലെവലും ഒരല്പം താഴ്ന്നു വരികയാണ്. ഇനി നമ്മൾ ഹയർ എനർജി ലെവലിലേക്ക് പോകുന്നതോറും ഈ താഴ്ചയുടെ അളവ് കൂടി വരും അല്ലേ, കാരണം വി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പൊ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി എത്രയാണോ ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് എൻഹാർമോണിസിറ്റിയും അവിടുത്തെ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പറും ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ കുറഞ്ഞു പോവുകയാണ് അല്ലെ. അപ്പൊ ആ കുറഞ്ഞു പോകുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എനർജി ലെവൽ കൂടി വരുന്തോറും ആ ഫാക്ടറിന്റെ വലിപ്പവും കൂടി വരിക. അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത്, ഈ കേസിൽ കാണുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും കണ്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ അൻഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി പ്രൊഫൈലാണ്. ഇതാണ് V = 0 ലെവൽ, V = 1 ലെവൽ, V = 2 ലെവൽ. നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ് പരിഗണിച്ചതെന്നുണ്ടെങ്കിൽ ഇത് ഒരേ രീതിയിലായിരുന്നു ഇത് പോകേണ്ടിയിരുന്നത് അല്ലേ. നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് നമ്മൾ കണ്ടതാണ്, കാണിച്ചു തരാം. നമ്മൾ കണ്ടതാണ്. ഇതാണ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഈ ഗ്രീൻ പ്രൊഫൈലാണ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ. അതിനകത്തുള്ള റെഡ് ലൈൻസ് നിങ്ങൾ കണ്ടില്ലേ, അത് ഈക്വലി സ്പേസ്ഡ് ലൈൻസ് ആണ്. അതായത് ഇവിടെ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഒരു ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലേക്ക് വന്നപ്പോൾ ആ എനർജി ലെവൽസ് മുകളിലോട്ട് കൂടുന്നതാകും അതിന്റെ സ്പേസിങ് കുറഞ്ഞു വരും. കാരണം എന്താ, ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജിയിൽ നിന്നും ഒരു ഫാക്ടർ കൂടി കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ മുകളിലോട്ട് പോകുന്നതോറും ആ കുറഞ്ഞു വരുന്ന ഫാക്ടറിന്റെ വലിപ്പം കൂടി വരുമ്പോൾ അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റേറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേന് എനർജി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂ ആവും അല്ലെ. അപ്പൊ അവിടെ വെച്ച് എന്ത് ചെയ്യും, മോളിക്യൂളും ബ്രേക്ക് ചെയ്ത് പോകും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഹയർ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ മോളിക്യൂൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഹയർ വൈബ്രേഷൻ ലെവൽസിലേക്ക് വരുമ്പോൾ അത് കൂടുതലും നമ്മൾ ആദ്യമേ കണ്ട ഒരു ക്ലാസിക്കൽ പിക്ചറിനോട് അടുത്ത് നിൽക്കുക. ക്ലാസിക്കൽ പിക്ചറിലാണെന്നുണ്ടെങ്കിൽ അവിടെ പർട്ടിക്കുലർ വൈബ്രേഷൻ ലെവൽസ് ഒന്നും ഇല്ല അല്ലെ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. when the oscillator is a classical oscillator, then it can have vibration in all levels. ഇങ്ങനെ പർട്ടിക്കുലർ വൈബ്രേഷൻ ലെവൽസ് ഒന്നും ആവണമെന്നില്ല. അപ്പൊ നമ്മളിപ്പോ മേലോട്ട് പോകുന്നതോറും അതാ കണ്ടുവരുന്നത് അല്ലെ. ഒരു കണ്ടിന്യൂത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇങ്ങോട്ട് വരുന്നതോറും ആ എനർജി ലെവൽസ് നമ്മളോട് സെപ്പറേഷൻ കുറഞ്ഞു വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് ഏതാണ്ട് എല്ലാ വൈബ്രേഷൻ ലെവലിലേക്കും പോകാനുള്ള രീതിയിലേക്ക് അതിന്റെ ഒരു കണ്ടിന്യൂത്തിലേക്ക് അത് അടുത്ത് വരികയാണ്. അപ്പൊ ഒരു ക്ലാസിക്കൽ പിക്ചറിലേക്ക് അടുത്ത് പോവുകയാണ്. ഞാൻ ഇതിനെപ്പറ്റി സ്പെക്ട്രോസ്കോപ്പിയിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, എനിവേ here we can see that this is the energy corresponding to the dissociation. ഓക്കെ, അപ്പം നമുക്ക് കാണാം ഇവിടുത്തെ എനർജി ഈ ഡി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് ഇവിടുത്തെ ഡി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വൈബ്രേഷൻ എനർജി ലെവൽസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. വൈബ്രേഷൻ ലെവൽസ് കൂടുതൽ അടുത്തടുത്ത് വരികയാണ് ഈ കേസിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മളുടെ നേരത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് this was the equation, sorry, where is that? So let me take this. I have some technical difficulties. Okay, here is our equation. See, we have an equation for the energy here. ആ എനർജി ഈ എനർജിയുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? So this was the equation. EV is equal to V plus half into omega bar E minus V plus half the whole square omega bar E x. ഈ ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ V plus half into ഒമേഗ ബാർ ഇ, അത് രണ്ടിടത്തുമുണ്ട് അല്ലെ, ഈ വി പ്ലസ് ഹാഫ് ഇൻറ്റു ഒമേഗ ബാർ ഇ, അത് രണ്ടിടത്തുമുണ്ട്. അപ്പൊ അതിനെ ഒരു കോമൺ ഫാക്ടർ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. സോ വെൻ ഐ എം റീഅറേഞ്ചിങ് ദിസ് ഇക്വേഷൻ ഐ ഗെറ്റ് EV is equal to, or epsilon V is equal to V plus half
V plus half into omega bar e. Okay, that is a common factor in both cases. അപ്പോൾ ആദ്യത്തെ ടേമിൽ പിന്നെ എന്തുള്ളൂ 1 മാത്രമേ ഉള്ളൂ മൈനസ് ഇവിടെ പിന്നെ എന്താണ് ഇവിടെ വി പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ ആണ് അതുകൊണ്ട് അവിടെ വി പ്ലസ് ഹാഫ് ഇൻറ്റു ഒമേഗ ബാർ നമ്മളങ്ങ് എടുത്തു പിന്നെ ബാക്കിയുള്ളത് എക്സ് സി മാത്രമാണ് വി പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് സി അല്ലേ. അപ്പൊ ഇവിടെ നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഇനി ഇന്നലെ നമുക്കുണ്ടായിരുന്ന ഇക്വേഷനിലേക്ക് പോവുകയാണ്, അതായത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷനിലേക്ക് പോവുകയാണ്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ, എനർജി ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ that is epsilon v. Let me write simple harmonic oscillator, simple SHO. Epsilon v of SHO is equal to simple harmonic oscillator is equal to v plus half into omega bar oscillation, right? ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ രണ്ട് ഇക്വേഷൻ വി പ്ലസ് ഹാഫ് രണ്ടിടത്തുമുണ്ട്. ഇനി ഇവിടെ ഒമേഗ ബാർ ഓസിലേഷൻ, ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലെ ഒമേഗ ബാർ ഓസിലേഷന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് എന്താണ്? ഒമേഗ ബാർ ഇൻറ്റു 1 മൈനസ് വി പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് സി ആണ്. അതായത് വെൻ ദിസ് ഓസിലേറ്റർ, നമ്മളിപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഓസിലേറ്റർ റിയൽ ഓസിലേറ്റർ അല്ലെങ്കിൽ എൻഹാർമോണിക് ഓസിലേറ്റർ, if you suppose that the enharmonic oscillator wants to behave as a harmonic oscillator, okay, at that time this omega bar oscillation should be equal to omega bar e into 1 minus v plus half into xc, അല്ലേ? അപ്പോൾ നമ്മുടെ എൻഹാർമോണിക് ഓസിലേറ്റർ ഒരു ഹാർമോണിക് ഓസിലേറ്ററിനെ പോലെ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then the vibrational frequency of the harmonic oscillator, that is omega bar oscillation, should be equal to omega bar e into 1 minus v plus half into xc plus half into xc. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലേ? അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒമേഗ ബാർ ഓസിലേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ ബാർ ഇ ഇൻറ്റു 1 മൈനസ് വി പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് സി. അപ്പൊ ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്, കാരണം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. സോ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് പേജ്. That is omega bar oscillation is equal to omega bar e into 1 minus v plus half into xc. Okay, so at this moment, at this equation, the enharmonic oscillator will behave like a harmonic oscillator. So ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് വി സപ്പോസ് ദാറ്റ് വി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല, കാരണം നിങ്ങൾക്കറിയാം വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര ആണ് അല്ലേ. അപ്പൊ വി മൈനസ് ഹാഫ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ if v is equal to minus half hypothetically, then at that time epsilon v is equal to, അതായത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ എപ്സിലോൺ v, നമ്മൾ തൊട്ട് മുമ്പുണ്ട് എപ്സിലോൺ v യുടെ എക്സ്പ്രഷൻ. എപ്സിലോൺ v is equal to എന്തായിരിക്കും? v പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് പ്ലസ് ഹാഫ് അല്ലേ. നമ്മൾ v is equal to മൈനസ് ഹാഫ് എന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ മൈനസ് ഹാഫ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് ഹാഫ് പ്ലസ് ഹാഫ് ഇതങ്ങ് 0 ആയി പോകും, ഇവിടെ ഇതും 0 ആയി പോകും. അപ്പൊ എപ്സിലോൺ വി എന്തായിരിക്കും കിട്ടുന്നത്? എപ്സിലോൺ വി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെ. സോ എപ്സിലോൺ വി അറ്റ് ദാറ്റ് ടൈം വിൽ ബി ഈക്വൽ ടു 0. ഇനി ആ സമയത്തെ ഒമേഗ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ ബാർ, കാരണം ഇവിടെ വി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം അങ്ങ് 0 ആയി പോകും. അപ്പൊ omega bar oscillation is equal to omega bar e into 1 minus 0 എന്ന് പറഞ്ഞാൽ omega bar oscillation is equal to omega bar, or we can write omega bar e is equal to omega bar oscillation അല്ലേ. അതായത് എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ ഓസിലേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി ആകുന്നു എപ്പോഴാ? when v is equal to minus half അല്ലേ. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്.
That is, the omega bar E may be defined as the hypothetical equilibrium oscillational frequency of the n-harmonic system. അതായത് n-harmonic സിസ്റ്റത്തിന്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണത്. n-harmonic സിസ്റ്റത്തിന്റെ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വിലിബ്രിയം ഓസിലേഷൻ ഫ്രീക്വൻസിയാണ് എന്ത് ഒമേഗ ബാറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ ബാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ എൻഹാർമോണിക് ഓസിലേറ്റർ, ഇതാണല്ലോ എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ കർവ്. ഓക്കെ, ഈ എൻഹാർമോണിക് ഓസിലേറ്റർ ഇതാണ് അതിന്റെ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ്. ആ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിന് എബൌട്ട് ആയിട്ട് അത് ഇൻഫിനിറ്റ്സിമൽ വൈബ്രേഷൻ മാത്രമാണ് കാണിക്കുന്നതെന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റ്സിമൽ വൈബ്രേഷൻ മാത്രമാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഇൻഫിനിറ്റ്സിമൽ വൈബ്രേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതൊരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷൻ ആയിരിക്കും. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ തോറുമാണ് ഇങ്ങോട്ട് മുകളിലോട്ട് പോകും തോറും അതിന്റെ മിഡ് പോയിന്റിൽ നിന്നുള്ള ഡീവിയേഷൻ, രണ്ട് സൈഡിലേക്കുള്ള ഡീവിയേഷൻ കൂടി വരിക അല്ലെ? അതായത് എൻഹാർമോണിസിറ്റി കൂടി വരിക. എൻഹാർമോണിസിറ്റി കൂടി വരുന്ന പറഞ്ഞാൽ അർത്ഥം എന്തുവാണ്? ഈ ഒരു വെർട്ടിക്കൽ ലൈനിന് അപ്പുറവും ഇപ്പുറവും ലെഫ്റ്റും റൈറ്റിലുമായിട്ടുള്ള കർവിന്റെ ഷേപ്പിലുള്ള വ്യതിയാനം കൂടി വരുന്നതനുസരിച്ച് അതിന്റെ എൻഹാർമോണിസിറ്റി കൂടി വരികയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുംതോറും ഏറ്റവും മിനിമത്തിൽ വരുംതോറും കർവിന്റെ അപ്പുറം അല്ല, വെർട്ടിക്കൽ ലൈനിന് ലെഫ്റ്റിനും റൈറ്റിലുമുള്ള ഡിസ്റ്റൻസ്, കർവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഒരേപോലെ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മുകളിലോട്ട് പോകുന്തോറും ഈ ഡിസ്റ്റൻസ് തമ്മിലുള്ള ലെഫ്റ്റ് ഡിസ്റ്റൻസും റൈറ്റ് ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് കൂടി വരും. So the enharmonicity increases as we moving to the higher and higher positions. But the enharmonicity will decrease when we are moving to lower and lower position. And when we are reaching the minimum point, at that time the enharmonicity is 0. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ മിനിമം പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് കേട്ടോ, ഈ മിനിമം പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അതിന്റെ എൻഹാർമോണിസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. എന്ന് പറഞ്ഞാൽ the molecule will behave completely in a harmonic nature. The molecular vibration will be completely harmonic. എന്ന് പറഞ്ഞാൽ മോളിക്കുലർ വൈബ്രേഷൻ, ഇത് ഓരോന്നും വൈബ്രേഷൻ, ഓരോ ഹൊറിസോണ്ടൽ ലൈനും വൈബ്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ കുറച്ചും കൂടെ സ്ലോയിലായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു, കുറച്ചും കൂടെ സ്ലോ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ വൈബ്രേഷനെ പരിഗണിച്ച് ഈ ഇക്വിലിബ്രിയം പോയിന്റിലുള്ള വൈബ്രേഷൻ, മിനിമം പോയിന്റിലുള്ള വൈബ്രേഷൻ ആണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ മിനിമം പോയിന്റിലെ മിനിമം വൈബ്രേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഫിനിറ്റിസിമൽ വൈബ്രേഷൻ ഓക്കെ അബൌട്ട് ദ ഇക്വിലിബ്രിയം പോയിന്റ്. അങ്ങനെ ഒരു ഇൻഫിനിറ്റിസിമൽ വൈബ്രേഷൻ അബൌട്ട് ദ ഇക്വിലിബ്രിയം പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വൈബ്രേഷൻ വിൽ ബി ഹാർമോണിക് വൈബ്രേഷൻ അല്ലേ? അതാണ് അവിടുത്തെ ഹാർമോണിക് വൈബ്രേഷൻ. അപ്പോഴുണ്ടാകുന്ന അതിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി എത്രയാണോ അതാണ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസിക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല. ഏത് ലെവലിലേക്ക് പോയാലും ഫ്രീക്വൻസിക്ക് മാറ്റം ഉണ്ടാകില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലെ? നിങ്ങൾക്കറിയാമോ? So when the molecule is oscillating at the minimum point, okay, and if it is executing only a very infinitesimally small vibration, at that point whatever may be the frequency of oscillation, that frequency of oscillation will be equal to the omega bar. Okay, അപ്പോൾ ഒമേഗ ബാറി എന്താണ്? So omega bar may be defined as the hypothetical equilibrium oscillation frequency of the enharmonic system. നമ്മുടെ enharmonic സിസ്റ്റത്തിനെ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഇൻഫിനിറ്റിസിമൽ സ്മോൾ വൈബ്രേഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴുള്ള അതിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി എത്രയാണോ അതാണ് ഒമേഗ ബാറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിന് ഇ എന്ന് പറയുന്ന ഒരു സഫിക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ അന്നേരം പറഞ്ഞില്ല. കാരണം അന്നേരം പറയാൻ നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തിച്ചേർന്നില്ല എന്നുള്ള. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഒമേഗ ബാർ ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റിന് എബൌട്ട് ആയിട്ടുള്ള
ഓസിലേഷണൽ ഫ്രീക്വൻസി ആണ് എന്ന് ഇക്വിലിബ്രിയം പോയിന്റ് എബൌട്ട് ആയിട്ടുള്ള മിനിമം ഇൻഫിനിറ്റസിമൽ ഓസിലേഷന്റെ ഫ്രീക്വൻസി ആണ് ഒമേഗ ബാർ ഇ എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ we know what is meant by omega bar. ഇനി നമുക്ക് ഇങ്ങനെ ഒമേഗ ബാറിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഒമേഗ ബാറി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ പറ്റി പരിഗണിക്കാൻ പോവുകയാണ്. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്താണ് പ്രത്യേകത? ഗ്രൗണ്ട് സ്റ്റേറ്റ് മീൻസ് V is equal to 0. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിനിമം അല്ല, അതിന് മേളിലിരിക്കുന്ന മിനിമത്തിന്റെ മുകളിലിരിക്കുന്ന ആദ്യത്തെ വൈബ്രേഷണൽ സ്റ്റേറ്റ്, അതിനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? സോ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് V is equal to 0. So at that time the oscillational frequency, that is omega bar, അത് ഗ്രൗണ്ട് സ്റ്റേറ്റ് 0 ആയതുകൊണ്ട് തന്നെ ഒമേഗ ബാർ 0 എന്ന് വിളിക്കാം. ഒമേഗ ബാർ 0 is equal to, okay, ഇവിടുത്തെ ഒമേഗ ബാർ 0 is equal to ഒമേഗ ബാർ e into 1 minus b plus half into xc, where v is equal to 0. Therefore 0 plus half is equal to half. So we can write 1 minus half xc. 1 minus half xc. 3 centimeter inverse. So omega bar 0, that is a vibrational frequency in the ground state, okay, of the enharmonic oscillator. That is equal to omega bar e. What we already know, what is omega bar e? Omega bar e is the hypothetical vibrational frequency about the equilibrium point when the molecule is executing infinitesimal vibration. അപ്പോഴുള്ള vibration frequency എത്രയാണോ, that is multiplied by 1 minus half xc. That is the vibrational frequency that you will observe when the molecule is in the ground state. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ അതിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസിയും അത് എങ്ങനെയാണ് അതിന്റെ ഇൻഫിനിറ്റസിമൽ ഓസിലേഷൻ ഫ്രീക്വൻസിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഈ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. സോ അറ്റ് ദാറ്റ് പോയിന്റ് എനർജി ഓഫ് ദ ഓസിലേറ്റർ E0 ഈസ് ഈക്വൽ ടു, എന്താണ് എനർജിക്കുള്ള എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് എനർജി ഓഫ് ദ ഓസിലേറ്റർ? ദാറ്റ് ഈസ് നമ്മൾ തൊട്ട് മുകളിലുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് എനർജിയുടെ എക്സ്പ്രഷൻ, അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു V plus half into omega bar e into 1 minus V plus half into xc. ഇതിനകത്ത് നമ്മൾ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? half omega bar e into 1 minus half xc എന്ന് കിട്ടും. Okay, so let me write that. half omega bar e into 1 minus half xc. 1 minus half xc. Okay, ഇതാണ് എനർജി. That is also in centimeter inverse. So energy of the oscillator, harmonic oscillator, in the ground state is equal to half omega bar into 1 minus half xc centimeter inverse. അപ്പോൾ ഇതാണ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ അതിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി. ഇനി ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂളിന് ഹയർ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യാം? ട്രാൻസിഷൻ നടത്താം. ഇനി ഏതൊക്കെ ഹയർ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താം? നമുക്കിവിടെ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൂട്ടുള്ള ട്രാൻസിഷൻ ഇവിടെ പരിഗണിക്കാൻ പാടില്ല. കാരണം സിസ്റ്റം മാറി. നമ്മളുടേത് ഒരു എൻഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലുള്ള ട്രാൻസിഷൻ നമുക്കറിയാം എങ്ങനെയാണ്. ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ സെലക്ഷൻ റൂൾ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഇതായിരുന്നു ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ്, SHOയുടെ കേസ്. പക്ഷേ നമ്മളുടേത് ഒരു എൻഹാർമോണിക് ഓസിലേറ്റർ ആണ്. നമ്മളുടേത് എൻഹാർമോണിക് ഓസിലേറ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ സെലക്ഷൻ റൂളിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ എൻഹാർമോണിക് ഓസിലേറ്ററിലെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3, എക്സെട്ര എന്നുള്ളതാണ്. ദർ ഇസ് നോ ലിമിറ്റ്. പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3, എക്സെട്ര. പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ജമ്പിങ് ഫ്രം ലോവർ സ്റ്റേറ്റ് ടു ദ ഹയർ സ്റ്റേറ്റ്. അബ്സോർപ്ഷൻ കറസ്പോണ്ടിങ് ആണ്. ഹയർ സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് വരുന്നതിനാണ് മൈനസ് എന്ന് പറഞ്ഞാൽ എമിഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് മൈനസ് എന്ന് പറയുന്നത്. അപ്പം ഡെൽറ്റ വി ഈസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3, എക്സെട്ര മീൻസ് ദർ ഈസ് നോ ലിമിറ്റ്. അതിന്
സീറോയിൽ നിന്ന് 1ലേക്ക് പോകാം, സീറോയിൽ നിന്ന് 2ലേക്ക് പോകാം, സീറോയിൽ നിന്ന് 3ലേക്ക് പോകാം, സീറോയിൽ നിന്ന് 4ലേക്ക് പോകാം. അങ്ങനെ ഏത് ലെവലിലേക്ക് പോകാം നമ്മുടെ സെലക്ഷൻ റൂൾ അനുസരിച്ച്. ഓക്കെ, പക്ഷെ ഇങ്ങനെയാണ് സെലക്ഷൻ റൂൾ എങ്കിലും നമുക്ക് ഈ സെലക്ഷൻ റൂൾ അലൗ ചെയ്യുന്ന എല്ലാ ട്രാൻസിഷനും നടക്കത്തില്ല. ആ ട്രാൻസിഷൻ നടക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ജസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ മാത്രമാണ്. സെലക്ഷൻ റൂൾ അനുസരിച്ച് അത് പോസിബിൾ ആണെങ്കിൽ കൂടിയും പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, കാരണം പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ മേ നോട്ട് ബി അപ്രീഷ്യബിൾ ഫോർ ഓൾ ട്രാൻസിഷൻ. എല്ലാ ട്രാൻസിഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലില്ല. ട്രാൻസിഷൻ നടക്കാൻ അലൗഡ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് അലൗഡ് ദർ ഇസ് നോ പ്രോബബിലിറ്റി. അല്ലേ, നമ്മുടെ റിയൽ വേൾഡിലും പലതും അങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അലൗഡ് ആണ്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. കാരണം പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് തീരുമാനിക്കാം. അതിന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഓക്കെ, V is equal to 1 പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം V is equal to 1. ഓക്കെ, കമ്പാരിറ്റീവ് V is equal to 0 നമ്മളിന്ന് പരിഗണിക്കാൻ പോകും. 0യിൽ നിന്നും നടക്കുന്ന പ്രോബബിലിറ്റിയോട്ട് കമ്പയർ ചെയ്ത് 1ൽ നിന്ന് നടക്കുന്ന പ്രോബബിലിറ്റി എത്രയുണ്ട് എന്നാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നത്. ഓക്കെ, 0യിൽ നിന്ന് നടക്കുന്ന പ്രോബബിലിറ്റിയും 1ൽ നിന്ന് നടക്കുന്ന പ്രോബബിലിറ്റി. അപ്പൊ ഇവിടെ അനുസരിച്ച് 0 to 1, 0 to 2, 0 to 3, 0 to 4 നടക്കാം. അതുപോലെ 1 to 2, 1 to 3, 1 to 4, 1 to 5 ഇങ്ങനെ നടക്കാം. ഇനി 2 to 3, 2 to 4, 2 to 5 ഇങ്ങനെ നടക്കാം. അല്ലേ, 2 to 4, 2 to 5 ഇങ്ങനെ നടക്കാം. അങ്ങനെ പല ട്രാൻസാക്ഷൻസും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി പരിഗണിക്കാൻ പോകുന്നത് 0യിൽ നിന്ന് നടക്കാനുള്ള ട്രാൻസാക്ഷന്റെ പ്രോബബിലിറ്റി എത്രമാത്രമുണ്ട്, V is equal to 1ൽ നിന്ന് നടക്കാനുള്ള ട്രാൻസാക്ഷന്റെ പ്രോബബിലിറ്റി എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി V is equal to 0 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ V is equal to 1ലുള്ള അതിന്റെ പോപ്പുലേഷൻ ഞാനൊന്ന് കൗണ്ട് ചെയ്യാവുന്ന പോപ്പുലേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഇൻ ദ V is equal to 1 സ്റ്റേറ്റ് കമ്പയർഡ് ടു V is equal to 0 സ്റ്റേറ്റ്. അതിനുവേണ്ടി ഞാൻ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. Let me use the Boltzmann distribution. Okay, so using the Boltzmann distribution, n V is equal to 1, that is the number of molecules in the first V is equal to 1 vibration state divided by the number of molecules in the V is equal to 0 vibration state is equal to exponential. Okay, നിങ്ങൾക്ക് അറിയാൻ ഇക്വേഷൻ എന്താണ്? മൈനസ് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ കെ ടി അല്ലേ, മൈനസ് ഡെൽറ്റ ഇ ബൈ കെ ടി, മൈനസ് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ കെ ടി. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ അല്ലേ. ഇവിടുത്തെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ എനർജി ഡിഫറൻസ് ആണ്. എനർജി ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണക്കാക്കാം? സീറോയിൽ നിന്നും V is equal to 0യിൽ നിന്ന് V is equal to 1 വരെയുള്ള എനർജി ഡിഫറൻസ്, V is equal to 1 വരെയുള്ള. ഇതെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ this comes around 10 raised to 3 centimeter inverse ആണ് ഈ എനർജി ഡിഫറൻസ്. എനർജി ഡിഫറൻസ് is 10 raised to 3 centimeter inverse. That is energy difference is expressed in terms of centimeter inverse ആണ് ഇത് കേട്ടോ. സത്യത്തിൽ ഇത് എന്താണ്? വേവ് നമ്പർ ആണ്. വേവ് നമ്പർ ന്യൂ ബാർ, ഓക്കെ, ഓർ ഒമേഗ ബാർ is equal to 10 raised to 3 centimeter inverse ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്താണ്? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താണ്. ഇത് വേവ് നമ്പറിലാണ് ഇത് കിടക്കുന്നത്, ഇത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് അതിന്റെ ഉള്ള ഇക്വേഷനൊക്കെ അറിയാം. എന്താണ്? എനർജി E is equal to h nu നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C by lambda ആണ് അല്ലെ. അപ്പൊ E is equal to h C by lambda എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് എനർജി is equal to h C 1 by lambda എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ബാർ, അല്ലെങ്കിൽ നമ്മുടെ കേസിൽ ഒമേഗ ബാർ, h C into ഒമേഗ ബാർ എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അപ്പൊ ഈ ഇവിടുത്തെ ഒമേഗ ബാറിനെ നമ്മൾ എച്ച് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കിട്ടും. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇതിന് ഇവിടുത്തെ എനർജി ഡിഫറൻസ് ആണ്. ആ എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ ആണ് 10 centimeter inverse. That we can convert it to hc omega bar. Okay, then we will get the energy here, delta E here. So that is equal to exponential minus h is Planck's constant, that is 6.63 into 10 raised to minus 34 joule second. Okay, നമ്മൾ എപ്പോഴും ഈ എന്താ
നമ്മുടെ യൂണിറ്റ് കൂടി എല്ലായ്പ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് എറർ ഒഴിവാക്കാം. നമ്മുടെ കാൽക്കുലേഷൻ ജൂൾ സെക്കൻഡ് ഇൻറ്റു z is equal to 3 into 10 raised to 10 centimeter per second. Exactly, it's within 2.9 into 10 raised to 3. അങ്ങനെ പറയാം അല്ലേ? So let me take 3 into 10 raised to 10 centimeter second inverse into omega bar. Omega bar is equal to into 10 raised to 3, okay, centimeter inverse divided by kt. K is Boltzmann constant, what is 1.38 into 10 raised to minus 23 joules per Kelvin into temperature. Let us consider that our system is in the room temperature, so it is 300 Kelvin. Okay. അപ്പോൾ ഈ യൂണിറ്റ് ഇങ്ങനെ ഇട്ട് പോകുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഈ ജൂളും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പെർ കെൽവിനും ഇവിടുത്തെ കെൽവിനും ക്യാൻസൽ ആയി പോകും അല്ലെ. Second and second inverse are cancelled. Centimeter inverse and centimeter are cancelled. So that this is a unitless quantity. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കറക്റ്റ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. So that is equal to exponential this quantity. That is equal to exponential minus 4.8. Exponential minus 4.8. That is equal to approximately 0.008, or we can say approximately 0.01 അല്ലേ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ് പോപ്പുലേഷൻ ഓഫ് ദ വി സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് that is only 1% of the population of the n is equal to 0 state. n is equal to 1 സ്റ്റേറ്റിലേക്കുള്ള v is equal to 1 സ്റ്റേറ്റിലേക്കുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് v is equal to 0 സ്റ്റേറ്റിന്റെ 1% മാത്രമേ ഉള്ളൂ എന്നാണ് ഈ റേഷ്യോ കാണിക്കുന്നത് അല്ലേ. പോപ്പുലേഷൻ ഓഫ് ദ v is equal to 1 state is only 1% of the population of the v is equal to 0 state. Okay, 1 state അതിന്റെ population, that is only 1% of the population of the v is equal to 0 state. Okay, nv1 is only 1% of n v is equal to 0. ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് 99% ഓഫ് ദ മോളിക്യൂൾസും സ്ഥിതി ചെയ്ത് എവിടെയായിരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും സാധാരണ ടെമ്പറേച്ചർ. അതായത് v is equal to 0 സ്റ്റേറ്റിലായിരിക്കും. ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ തൊട്ട് മുകളിലുള്ള എനർജി സ്റ്റേറ്റിലിരിക്കുന്നത്. അതിന് മുകളിലുള്ള എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് v is equal to 0-ൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ട്രാൻസിഷൻ മാത്രമേ നമ്മൾ ഒബ്സർവ് ചെയ്തുള്ളൂ. ഇനി v is equal to 1-ൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ട്രാൻസിഷന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം എന്താ, അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്, വളരെ ചെറിയ നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെ ഉള്ളൂ. അതുകൊണ്ട് ട്രാൻസിഷൻസിന്റെ നമ്പർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് v is equal to 0-ൽ നിന്നുള്ള ട്രാൻസിഷൻസ് നെഗ്ലിജിബിൾ ആണ്. v is equal to 1-ൽ നിന്നുള്ള ട്രാൻസിഷൻ നെഗ്ലിജിബിൾ ആണ്. v is equal to 0-ൽ നിന്നായിരിക്കും മിക്ക ട്രാൻസിഷൻസും, ഒട്ടുമിക്ക എല്ലാ ട്രാൻസിഷനും നടക്കുന്നത് v is equal to 0-ൽ നിന്നായിരിക്കും. അപ്പൊ നമ്മുടെ സെലക്ഷൻ റൂൾ അനുസരിച്ച് v is equal to 0-ൽ നിന്നുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് നമ്മൾ സ്പെക്ട്രത്തിൽ കാണുന്നത്. ഓക്കെ, സോ വിച്ച് ആർ ദ ട്രാൻസിഷൻസ് പോസിബിൾ? v is equal to 0 to v is equal to 1. അത് പോസിബിൾ ആണ് മിനിമം എനർജി പറയാൻ. ഇനി കുറേയും കൂടെ ഒരുപാട് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ v is equal to 0-ൽ നിന്നും v is equal to 1-ലേക്ക്, v is equal to 2-ലേക്ക് ട്രാൻസിഷൻ നടക്കും. ഇനി കുറേയും കൂടെ ഉയർന്ന എനർജി കൊടുത്തെങ്കിൽ v is equal to 0-ൽ നിന്നും v is equal to 3-ലേക്ക് ട്രാൻസിഷൻ നടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് ഈ 3 ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഈ 3 ലൈൻസ് ആയിരിക്കും കാണുന്നത്. കാരണം ഹയർ ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ഹയർ എനർജി സപ്ലൈ ചെയ്ത് വെക്കത്തുള്ളൂ. സോ ജനറലി ദേ ആർ നോട്ട് ഒബ്സർവ്ഡ്. ഇപ്പൊ ഈ 3 ലൈൻസ് ആയിരിക്കും സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത്. v is equal to 0 to v is equal to 1 line. Okay, and v is equal to 0 to v is equal to 2 line, and v is equal to 0 to v is equal to 3 line. ഈ ലൈൻസ് ആണ് നമ്മൾ സാധാരണ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം v is equal to 0 to v is equal to 1 line എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫണ്ടമെന്റൽ ട്രാൻസിഷൻസും ഇതിനെ ഓവർടോൺസ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ട്രാൻസിഷൻ ആൻഡ് ഓവർടോൺസ്. അപ്പൊ v is equal to 0 to v is equal to 1 ട്രാൻസിഷനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ എന്ന് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ
ഫണ്ടമെന്റൽ ട്രാൻസിഷൻ, ഫണ്ടമെന്റൽ. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓവർടോൺസ് എന്നാണ് വിളിക്കുന്നത്. ഓവർടോൺസ്. ഓക്കെ, ഫണ്ടമെന്റൽസ് ആൻഡ് ഓവർടോൺസ്. അതിനകത്ത് V0 to V2 ഫസ്റ്റ് ഓവർടോൺ എന്നും V0 to V3 നമ്മൾ സെക്കൻഡ് ഓവർടോൺ എന്നുമാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രാൻസിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും എനർജിയും ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ് us calculate V is equal to 0 to V is equal to 1 transition. Okay, so the energy corresponding to V is equal to 0 to V is equal to 1 transition. Here delta V is equal to plus 1. Plus 1 ആണ്. Delta V is equal to plus 1. Plus 1. Then when delta V is equal to plus 1, the transition occurring is V is equal to 0 to V is equal to 1. Okay, so delta E is equal to the energy difference corresponding to that delta E is equal to E V is equal to 1 minus E V is equal to 0. അല്ലേ, ഈ എനർജി ആയിരിക്കും ഉള്ളത്. നമുക്ക് എനർജിയുടെ എക്സ്പ്രഷൻ ഓൾറെഡി ഉണ്ട്. നമ്മൾ തൊട്ട് മുകളിലുള്ള ഇതിനകത്ത് കണ്ടിരുന്നു. എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് EV is equal to V plus half omega bar E into 1 minus V plus half into XC. ഇതാണ് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? V is equal to 1 ഉം V is equal to 0 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. So when V is equal to 1, it is, we can write 1 plus half into omega bar E. Okay, omega bar into 1 minus V plus half into XC. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഈക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തതാണ് ഈ ഇക്വേഷൻ. നമുക്ക് ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കാൽക്കുലേഷൻ കുറയാണ്ട് സിമ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം we can write like, ഇവിടെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. we can write like V is equal to V is equal to 1, that is equal to 1 plus half into omega bar E, that is V plus half into omega bar E minus V plus half the whole square into omega bar E XC. So 1 plus half the whole square into omega bar E XC. അതാണ് V is equal to 1 ന്റെ എനർജി മൈനസ് ദിസ് മൈനസ് അല്ലേ. ഇനി V is equal to 0 യുടെ എനർജി, that is half omega bar E. V is equal to 0 ആണല്ലേ, അപ്പോൾ half omega bar E minus half square omega bar E XC. അല്ലേ. അപ്പൊ ഇതിനകത്ത് that is equal to 1 plus half omega bar E, that is equal to 1 plus half omega bar E minus half omega bar E. 1.5 omega bar E minus 1/2 omega bar E, that is equal to omega bar E. Okay, അപ്പോൾ ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് omega bar E കിട്ടും. omega bar E മൈനസ് ഇനി അവശേഷിക്കുന്ന ഈ ടേമും ആണ് അല്ലേ. ഇവിടെ 1 plus half the whole square omega bar E XC, ഇവിടെ half the whole square omega bar E XC. അപ്പോൾ 1 plus half the whole square എന്ന് പറഞ്ഞാൽ എന്താ? 1 square plus 1 into half into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 1 into half എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 1 into half, 2 into 1 into half, 2AB അല്ലേ. അപ്പം 2 ഉം 2 ഉം പോയി, പിന്നെ ഒമേഗ ബാർ E മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം വരുന്ന ടേം ഹാഫ് സ്ക്വയർ എന്ന് പറയുന്ന ടേമാണ്. അപ്പൊ ഹാഫ് സ്ക്വയർ ഒമേഗ ബാർ എക്സിയും ഇവിടുത്തെ ഹാഫ് സ്ക്വയർ ഒമേഗ ബാർ എക്സിയും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ ലാസ്റ്റ് ടേമും ക്യാൻസൽ ആയി പോകും. അപ്പൊ ആദ്യത്തെ രണ്ട് ടേമുകളെയും ഇവിടെ നിൽക്കത്തുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷനിലെ ആദ്യത്തെ രണ്ട് ടേമുകൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അപ്പൊ അതെന്തൊക്കെയാണ്? ദാറ്റ് ഈസ് മൈനസ് ഒമേഗ ബാർ E മൈനസ് ഓഫ് ഇവിടെ ഒമേഗ ബാർ E XC. Okay, that is 1 square omega bar E XC. Then 2AB, that is equal to omega bar E XC. Okay, that is plus omega bar E XC. Okay, അപ്പോൾ അവസാനത്തെ ടേമുകൾ ക്യാൻസൽ ആയി പോയിക്കോളും. That is equal to omega bar E എന്ന് പറയുന്നത് ഇവിടെ omega bar E XC plus omega bar E XC ആണ് അല്ലേ. അപ്പോൾ ഇത് 2 omega bar E XC ആണ്. ഇവിടെ ഒരു omega bar ഉണ്ട്. So let me take it as a common factor. It is omega bar E into 1 minus 2XC. 1 minus 2XC. അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്? ഡെൽറ്റ ഇ.
0 to 1 in corresponding ആയിട്ടുള്ള ഡെൽറ്റ ഇ. സോ ഡെൽറ്റ ഇ, okay, 0 to 1, that is equal to omega bar e into 1 minus 2 xc. ഇനി ഞാൻ നെക്സ്റ്റ് കണക്കാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നല്ല ഇന്റൻസിറ്റി ആയിരിക്കും, കാരണം ഇത് ആദ്യത്തെ ട്രാൻസിഷൻ ആണ്, വളരെ കുറഞ്ഞ എനർജി മാത്രമേ മതി ഈ ട്രാൻസിഷന്. സോ ദിസ് ഈസ് കമ്മിങ് വിത്ത് കൺസിഡറബിളി ഗുഡ് ഇന്റൻസിറ്റി, അല്ലെ? നല്ല ഇന്റൻസിറ്റിയോട് കൂടിയായിരിക്കും ഇത് വരുന്നത്, നല്ല ഇന്റൻസിറ്റിയോട്. ഇനി നെക്സ്റ്റ് ട്രാൻസിഷൻ ആണ് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്, v is equal to 0 to v is equal to 2, അല്ലെ? v is equal to 0 to v is equal to 2. So when the next transition v is equal to 0 to 2, then delta v is equal to plus 2. Okay, that is the transition is happening from v is equal to 0 to v is equal to 2. Therefore, the energy corresponding to that delta e is equal to, or delta e 0 to 2, that is equal to e corresponding e v is equal to 2 minus e v is equal to 0, അല്ലേ? That is equal to എന്താണ് 2 plus half into omega bar e minus 2 plus half the whole square into omega bar e xc minus, അല്ലേ? minus ഇനി v is equal to 0 ആയത്, അത് half omega bar e minus half square omega bar e xc, അല്ലേ? ഇതാണ്. അപ്പൊ എങ്ങനെ വരും? അപ്പൊ ഇവിടുത്തെ 2.5 omega bar e minus half omega bar e, that is equal to 2 omega bar e. ഇനി ഇവിടുത്തെ എക്സ്പാൻഷന്റെ രണ്ട് ടേംസ് മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അവസാനത്തെ ടേം ഇതും കൂടെ ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്? 2 omega bar e minus of, okay, 2 square omega bar e xc, that is equal to 4 omega bar e xc minus then 2 into half, that is equal to 2 into half, that is equal to 1, those are 2 omega bar e xc plus 2 omega bar e xc, അല്ലേ? So that is equal to, ഇവിടെ 2 omega bar ഉണ്ട്, ഇവിടെ 2 omega bar കോമൺ ഫാക്ടർ ആണ്, അല്ലേ? അപ്പൊ നമുക്ക് 2 omega bar കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ 2 omega bar into, പിന്നെ ഇവിടെ 1 മൈനസ് ഇവിടെ 4ഉം 2ഉം ആണ്, അല്ലേ? 6 omega bar ആണ്, 6 omega bar. അപ്പൊ 2 omega bar പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? 2 omega bar, 3 omega bar. So we can write 2 omega bar minus 1 minus 3 omega bar minus 3 omega bar ഇല്ല, omega bar നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ xc ഉള്ളൂ. 1 minus 3 xc, 1 minus 3 xc. So 2 omega bar into 1 minus 3 xc എന്നതാണ്, 1 minus 3 xc. So this is the energy corresponding delta e 0 to 2. Okay, 2 omega bar into 1 minus 3 xc. അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കണ്ട ഇന്റൻസിറ്റിയുടെ അത്രയും കാണത്തില്ല, ഇത്തിരി കൂടെ ചെറിയ ഇന്റൻസിറ്റി ആയിരിക്കും, ഒരു സ്മോൾ ഇന്റൻസിറ്റി ആയിരിക്കും ഇവിടെ കാണുന്നത്. കാരണം ഇവിടുത്തെ എനർജി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറേ കൂടെ കൂടുതലാണ്, അപ്പോൾ ഒരു സ്മോൾ ഇന്റൻസിറ്റി ആയിരിക്കും ഇവിടെ സാധാരണ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതും കൂടെ കൺസിഡർ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പ്ലസ് 3. ഓക്കെ, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പ്ലസ് 3 ആകുമ്പോൾ ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 0 ടു വി ഈസ് ഈക്വൽ ടു 3 ആണ്, അല്ലേ? So in this case, if you calculate delta I as in the case of previous, okay, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണക്കാക്കിയത് മാതിരി നിങ്ങൾക്ക് ഇവിടെ കണക്കാക്കാം. delta I, that is 0 to 3 is equal to, you can write like 3 omega bar e, നിങ്ങൾ തന്നെ ചെയ്തുകൊള്ളുക. 3 omega bar e into 1 minus 4 xc എന്നിവിടെ 1 minus 4 xc. അപ്പോൾ ഇവിടുത്തെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അല്ലേ? Still smaller intensity. അപ്പൊ നമുക്ക് 3 ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ ഇ ആണ് നമ്മൾ കിട്ടുന്നത്. ഇതെല്ലാം സെന്റിമീറ്റർ യൂണിവേഴ്സിലാണ് കിട്ടുന്നത്, അല്ലേ? അപ്പം ഏതൊക്കെയായിരുന്നു അതെന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ ഇവിടെ ഇന്ന് എഴുത്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇ 0 to 1, ദാറ്റ് ഈസ് ഈക്വൽ ടു omega bar e into
1 minus 2xc. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ ഇ 0 to 2 that is equal to 2 omega bar e into 1 minus 3xc. Okay, and delta e 0 to 3 that is equal to 3 omega bar e into 1 minus 4xc. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ് അല്ലേ? 1 2 3 അതുപോലെ 2 3 4 അങ്ങനെ പോകും. ഓക്കെ, അപ്പം ഇതാണ് മൂന്ന് ട്രാൻസിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ. ഇതെല്ലാം സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഓൾ ദീസ് ആർ ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ എക്സ് സി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് അല്ലെ. എക്സ് ഈസ് വെരി സ്മോൾ. അപ്പൊ എക്സ് സി വളരെ 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 ചെറിയൊരു ക്വാണ്ടിറ്റി. എക്സ് സി വളരെ ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 0.01 ആണ്. ഓക്കെ, എക്സ് സി is almost equal to 0.01. ഈ ഒരു റേഞ്ചിലായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് സി വളരെ ചെറുതായതുകൊണ്ട് ഈ 2xc 3xc 4xc എന്ന് പറയുന്ന ടേമുകളൊക്കെ സത്യത്തിൽ എന്താണ്, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ. അപ്പോൾ ഈ 1 minus 2xc എന്ന് പറയുന്നത് 1 minus 3xc എന്ന് പറയുന്നത് 1 minus 4xc എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 1 തന്നെയാണ്, ഏകദേശം 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒമേഗ ബാർ ഇ ഇൻറ്റു 1, 2 ഒമേഗ ബാർ ഇ ഇൻറ്റു 1, 3 ഒമേഗ ബാർ ഇൻറ്റു 1 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ ബാർ ഇ, 2 ഒമേഗ ബാർ ഇ, 3 ഒമേഗ ബാർ ഇ. അപ്പൊ നമ്മൾ ഇതിന്റെ സ്പെക്ട്രം എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ലൈൻസ്, ഒരു ലൈൻ എന്ന് പറയുന്നത് കിട്ടുന്നത് ഒമേഗ ബാർ ഇ, മറ്റൊരു ലൈൻ കിട്ടുന്നത് 2 ഒമേഗ ബാർ ഇ ആയിരിക്കും, മറ്റൊരു ലൈൻ കിട്ടുന്നത് 3 ഒമേഗ ബാർ ഇ. സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലോസ് ടു ഒമേഗ ബാർ ഇ, വെരി ക്ലോസ് ടു 2 ഒമേഗ ബാർ ഇ ആൻഡ് വെരി ക്ലോസ് ടു 3 ഒമേഗ ബാർ ഇ. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലൈൻ കിട്ടുന്നത് ഒമേഗ ബാർ ഇ. ആ ലൈനെയാണ് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് അതിന് ഓവർടോൺ എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കും. ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് സെക്കൻഡ് ഓവർടോൺ. സെക്കൻഡ് ഓവർടോൺ. ഓക്കെ, ഇങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആൻഡ് ഓവർടോൺസ്. ഫണ്ടമെന്റൽസ് ആൻഡ് ഓവർടോൺസ് എന്താണ് നിൽക്കുന്നത്? ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ 0 to 1 ട്രാൻസ്മിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അടുത്ത ഫ്രീക്വൻസികളോ 0 to 2 and 0 to 3 എന്ന് പറയുന്ന ഓവർടോൺ ഫ്രീക്വൻസി. ഇതാണ് ഫസ്റ്റ് ഓവർടോണും സെക്കൻഡ് ഓവർടോണും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. സോ ഫണ്ടമെന്റൽ വിൽ അപ്പിയർ നിയർ ടു ഒമേഗ ബാർ ഇ. The first overtone will appear near to 2 omega bar e and second overtone will appear near to 3 omega bar e എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. Okay, so when we are coming to the diagram, okay, we can see here that the overtone, the fundamental frequency will appear due to this transition. And ഈ ട്രാൻസിഷൻ മൂലമായിരിക്കും ഇവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അപ്പിയർ ചെയ്യുന്നത്. ആദ്യത്തെ ട്രാൻസിഷൻ V is equal to 0 to V is equal to 1. First overtone appear ചെയ്യുന്നത് V is equal to 0 to V is equal to 2ലേക്ക്. അടുത്തത് അപ്പിയർ ചെയ്യുന്നത് V is equal to 0 to V is equal to 3ലേക്ക് ആണ് അടുത്തത് വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പൊ ഈ മൂന്ന് ട്രാൻസിഷൻസും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഫണ്ടമെന്റൽസ് ആൻഡ് ഓവർടോൺസ് നമ്മുടെ സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. അപ്പൊ നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ സ്പെക്ട്രമാണ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള ലൈൻ ആണ് കിട്ടുന്നത് അല്ലെ. ഒമേഗ ബാർ ഓസിലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ ലൈൻ ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ കിട്ടുന്നതോ നമുക്ക് ഒമേഗ ബാറിയിൽ ഒരു ലൈൻ കിട്ടും, 2 ഒമേഗ ബാറിയിൽ ഒരു ലൈൻ കിട്ടും, 3 ഒമേഗ ബാറിയിൽ മറ്റൊരു ലൈൻ കിട്ടും അല്ലെ. അങ്ങനെയുള്ള 3 ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈനും രണ്ടാമത്തെ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 2 ഒമേഗ ബാറി മൈനസ് ഒമേഗ ബാറി, ദാറ്റ് ഈസ് ഒമേഗ ബാറി. മൂന്നാമത്തേതും രണ്ടാമത്തേതും തമ്മിലുള്ള 3 ഒമേഗ ബാറി മൈനസ് 2 ഒമേഗ ബാറി എന്ന് പറഞ്ഞാൽ ഒമേഗ ബാറി. അപ്പൊ 3 ലൈൻസ് ഏകദേശം ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള 3 ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദ സ്പെക്ട്രം വിൽ അപ്പിയർ ലൈക്ക് ദിസ്. ഏകദേശം സ്പെക്ട്രം അപ്പിയർ ചെയ്യുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും. സ്പെക്ട്രം വിൽ അപ്പിയർ ലൈക്ക് ദിസ്.
അതിനകത്ത് നമുക്ക് ഫണ്ടമെന്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഇവിടെ കിട്ടും. സോ ദിസ് ഈസ് എ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു ഫണ്ടമെന്റൽ. This is a frequency corresponding to the first overtone and this is a frequency corresponding to the second overtone. Fundamental frequency എവിടെ വരുന്നത് omega bar, near to omega bar. Okay, and this one comes near to 2 omega bar and this comes near to 3 omega bar. Okay, അങ്ങനെയാണ് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നും എന്താണ് ഓവർടോൺസ് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് ഒരു എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷണൽ സ്പെക്ട്രം ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആ വൈബ്രേഷൻ സ്പെക്ട്രത്തിന്റെ നേച്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ എൻഹാർമോണിക് ഓസിലേറ്ററിന്റെ ഈ 3 ലൈൻസും അപ്പിയർ ചെയ്യുന്നത് V=0 നിന്നാണ്. ഇനി V=1 നിന്ന് വരുന്ന അപ്പിയർ ചെയ്യുന്ന ലൈന് നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. കാരണം എന്താ, അവിടുന്ന് വരുന്ന ഇന്റൻസിറ്റി വളരെ കുറവാണ്. കാരണം അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് വളരെ കുറവാണ് ഈ ലെവലിൽ ഇരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ചാടാൻ ആളില്ലെന്നർത്ഥം അല്ലേ. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. പക്ഷെ ഇതിന് ഈ സ്റ്റേറ്റിനെ പോപ്പുലേറ്റഡ് ആക്കി കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ഈ സ്റ്റേറ്റിനെ പോപ്പുലേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ട്രാൻസിഷന്റെ ഇന്റൻസിറ്റി കൂടും. അതിന് മറ്റൊരു ഫിനോമിനാണ് അത്. അതിനെ ഹോട്ട് ബാൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം എന്താണ് ഹോട്ട് ബാൻഡ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഹോട്ട് ബാൻഡ്സിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കും. ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് ഈ കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസിൽ നിന്നും നമുക്ക് എന്തൊക്കെ ചില പാരാമീറ്റേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാം. ഒമേഗ ബാറിയെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് XC കണ്ടുപിടിക്കാം, ഇതിൽ നിന്ന് XC കണ്ടുപിടിക്കാം, അതായത് എൻഹാർമോണിസിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അതുപോലെ K കണ്ടുപിടിക്കാം, അതായത് ബോണ്ട് സ്ട്രെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഇതൊക്കെ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും മറ്റൊരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ please don't hesitate to ask me. You can type your doubts as comments. I will try to explain your doubts, or I will try to clear your doubts, or you can contact me by any other means like a WhatsApp or phone call or whatever it may be. Okay. Anyway, we are going to meet soon. ഒക്ടോബർ 4 കോളേജ് തുറക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ നമുക്ക് പെട്ടെന്ന് 1-to-1 ഡിസ്കഷനുള്ള സാധ്യതകളൊക്കെ വളരെ അടുത്തിരിക്കുകയാണ്. സോ എനിവേ, പ്രത്യാശയ്ക്കുള്ള കിരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നോർമൽ സ്റ്റേറ്റിലേക്ക് വരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.